ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, പത്രോസിൻ്റെ 267 പിൻഗാമിയായി കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി ലയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റ വിവരം തീർച്ചയായും നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെയോ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ വാർത്ത നാം എല്ലാവരും ഇതിനകം അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റിയും പ്രധാനപ്പെട്ട സംഭവങ്ങളെപ്പറ്റിയും ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരു സഹായകരം എന്നുള്ള രീതിയിൽ പുതിയ മാർപ്പാപ്പയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പോളണ്ടിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി ജോൺ പോൾ 2 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ദക്ഷിണ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി ലയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ചരിത്രത്തിൽ പല തവണ മാർപ്പാപ്പമാരുണ്ടായിട്ടുണ്ട്. തെക്കേ അമേരിക്കയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ലയോ 14 മാർപ്പാപ്പ. 1955 സെപ്റ്റംബർ മാസം 14 തീയതിയാണ് ലയോ 14 മാർപ്പാപ്പയുടെ ജനനം. അമേരിക്കയിലെ ഷിക്കാഗോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിവിധ തരത്തിൽ ലീനിയേജ് ഉള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു സ്പാനിഷ് വംശജയാണ്. അതുകൊണ്ട് ജന്മം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിവിധ ഭാഷാ പാരമ്പര്യങ്ങളോട് ഒരു ആഭിമുഖ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഷകളെല്ലാം തന്നെ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള സിദ്ധിയും അദ്ദേഹത്തിന് കരഗതമാണ് എന്നുള്ളത് സ്മരണീയമാണ്. 2 സഹോദരങ്ങളാണ് മാർപ്പാപ്പയ്ക്കുള്ളത്. ഈ 2 സഹോദരങ്ങളും ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു. തൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേരുകയുണ്ടായി. വൈദിക പരിശീലനം പൂർത്തിയാക്കുന്ന അദ്ദേഹം 1981 വ്രതങ്ങൾ സ്വീകരിക്കുന്നത്. 1982 അദ്ദേഹം പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം നടക്കുന്നത് റോമിലെ സെൻറ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഒരു മിഷണറി എന്ന നിലയിൽ പെറുവിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. തുടർന്നുള്ള കാലഘട്ടത്തിൽ വിവിധ നിലകളിൽ അദ്ദേഹം സഭാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സെമിനാരിയിൽ ഒരു പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സെമിനാരി പ്രൊഫസർ എന്ന നിലയിൽ, ഇടവക ശുശ്രൂഷയിൽ, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ പ്രിയോർ എന്ന നിലയിൽ, പ്രിയോർ ജനറൽ എന്നുള്ള നിലയിൽ, മെത്രാൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം സഭാ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. 2014 പെറുവിലെ ഒരു രൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ആദ്യം നിയമിക്കുന്നത്. 2015 അദ്ദേഹം ഒരു മെത്രാനായി നിയമിതനായി. തുടർന്ന് അദ്ദേഹം പെറുവിലെ മെത്രാന്മാരുടെ സമിതിയുടെയും ഉത്തരവാദിത്വം കുറച്ചുകാലം ഏറ്റെടുത്തിരുന്നു. 2023 അദ്ദേഹം കർദിനാളായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ആദ്യം അദ്ദേഹം ഒരു കർദിനാൾ ഡീക്കനായാണ് സ്ഥാനമേറ്റത്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ ഒരു കർദിനാൾ മെത്രാൻ എന്നുള്ള നിലയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത്. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ബിഷപ്പുമാർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. അതോടൊപ്പം വത്തിക്കാനിലെ പല ഡിക്കാസ്ട്രികളിൽ മെമ്പറായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ക്രിസ്തുവിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിന് എപ്പോഴുമുള്ളത്. അദ്ദേഹത്തിൻ്റെ അജപാലന ശൈലിയും അതുതന്നെയാണ്. അത് സൂചിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മോട്ടോയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനും പെട്ടെന്ന് തന്നെ പുതിയ മാർപ്പാപ്പയെ ലഭിക്കുവാനും നമ്മൾ ഇത്രയും കാലം പ്രാർത്ഥിക്കുകയായിരുന്നു. ലയോ 14 മാർപ്പാപ്പയെ ഇപ്പോൾ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ അവസരങ്ങളിലും നമ്മുടെ വിശുദ്ധ കുർബാനയിലുമൊക്കെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ലയോ 14 മാർപ്പാപ്പയും കൂടെ ഉണ്ടാവട്ടെ.